ഹാൻഡ് എംബ്രോയിഡറിയിൽ റണ്ണിങ് സ്റ്റിച്ചിൽ ഒരു ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഈ ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ട്. 2 കളർ നൂല് ഉപയോഗിച്ച് ഒരു ലൈറ്റ് ഓറഞ്ചും ഒരു വൈറ്റ് കളറുള്ള നൂല് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതേമാതിരി ഉണ്ടാവും. ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാൻ ഇത് എളുപ്പമാണ്. വെറുതെ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്ത് 2 ലൈനിൽ ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സാരിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചെടുത്തൊരു ഡിസൈനാണിത്. ഒരു ട്രേസിങ് പേപ്പർ മാതിരിയുള്ള ഒരു പേപ്പറാണ് അതിനകത്ത് ഞാൻ വരച്ചെടുത്തത്. ഇത് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ഡിസൈനാണിത്. ഈ ഡിസൈൻ സാരിയിൽ വരച്ചെടുക്കുക. എന്നിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. എന്നിട്ട് നീല കളറുള്ള സാരിയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഈ ഡിസൈൻ വരച്ചെടുത്ത് ക്രോസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സാരിയിൽ ഞാൻ ഡിസൈൻ വരച്ചെടുത്തിന് ഫ്രെയിം ഇട്ടിട്ട് നൂലിട്ട് ചെയ്യുക എങ്ങനെയാണ് കാണിക്കുക. ഞാൻ ഇതേമാതിരി ഫ്രെയിം ഇട്ട് വെച്ച് ഈ പൂവാണ് ആദ്യമായിട്ട് തയ്ച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫ്രെയിമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നൂലാണ് ഞാൻ ആങ്കറിൻ്റെ നൂലാണിത്. ആങ്കറിൻ്റെ നൂലാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കളർ നൂല് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. പിന്നെ ഡോളീൻ്റെ നൂലാണിത്. ഇത് വൈറ്റ് കളർ നൂല്. 2 കളർ നൂല് ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഓറഞ്ച് കളർ നൂലാണ് എടുക്കുന്നത്. ഈ നൂല് 3 സ്റ്റാൻഡ്സിലായിട്ട് സൂചീൻ്റെ മുകളിൽ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഈ പൂവിൻ്റെ മുകളിൽ തയ്ച്ചെടുക്കുന്നത്. വെറും റണ്ണിങ് സ്റ്റിച്ചിലാണ് ഒക്കെ തയ്ച്ചെടുക്കുന്നത്. 2 എണ്ണമായിട്ട് തയ്ക്കണം റണ്ണിങ് സ്റ്റിച്ച്. ഒരു ലൈന് തയ്ച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ അതിനോട് ചേർന്നിട്ട് തന്നെ തയ്ച്ചെടുക്കും. ആദ്യം ഒരു ലൈന് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കും. തയ്ച്ചെടുക്കുക.
ഇതേമാതിരി ഈ എല്ലാ റൗണ്ടും ഇതേമാതിരി തയ്ച്ചെടുക്കുക. റണ്ണിങ് സ്റ്റിച്ചിൽ ഒരു ലൈനാണ് ഇപ്പോൾ തയ്ച്ചെടുത്തത്. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു ഒരു ലൈൻ റണ്ണിങ് സ്റ്റിച്ചിൽ. ഇനി അടുത്തതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ലൈനും കൂടെ തയ്ച്ചെടുക്കുക. അത് കാണിച്ചു തരാം. ഈ മാതിരി ഉണ്ടാവും കാണുമ്പോൾ അടുപ്പിച്ചും കൊണ്ട് തയ്ക്കുക. ഇതേമാതിരി തയ്ച്ചെടുക്കുക. ഇതേമാതിരി ഈ റൗണ്ട് ഞാൻ തയ്ച്ചെടുത്തില്ലേ, ഇതേമാതിരി ഓരോന്നിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതേമാതിരി തയ്ച്ചെടുക്കുക. രണ്ടെണ്ണം അടുപ്പിച്ചിട്ട് ഇത് കാണിക്കുക. അതേമാതിരി ഞാൻ 2 ലൈന് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത വെള്ളേനെ കൊണ്ട് വെള്ള കളർ എന്താണെന്ന് പോലെ ഇതെവിടെ ഓരോ ലൈന് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇടയിൽ ഇതേമാതിരി തന്നെ 2 ലൈനിൽ തയ്ച്ചെടുക്കുക. അടുപ്പിച്ചിട്ടല്ലാതെ കൊണ്ട് ലൈന് തയ്ച്ചെടുക്കുക. നൂല് കഥ
ഇതേമാതിരി എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതേമാതിരി തയ്ച്ചു 2 ലൈന് വീതം. അതേമാതിരി ഞാൻ തയ്ച്ചു റൗണ്ടിൽ ഫുള്ളായിട്ട്. ഇനി അടുത്ത ഈ ഭാഗം തയ്ക്കാം, ബാക്കിയുള്ളത് ഫ്രെയിം ഇടുന്നത് തയ്ക്കാം. ഇതവിടെയുള്ള ഈ ഒരു ഡിസൈനും കൂടെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കളറ് ആ ഓറഞ്ച് കളർ നൂല് തന്നെയാണ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു ലൈൻ, ഇവിടെ ഫുള്ളായിട്ട് ആദ്യം ഒരു ലൈനാണല്ലോ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ലൈനിൽ തന്നെ ചെയ്തെടുക്കുക. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. 3 ലെയറിലാണ് നൂലെടുത്തത്, ആദ്യത്തെ മാതിരി തന്നെ. ഇതേമാതിരി ഈ റണ്ണിങ് സ്റ്റിച്ചിൽ ഈ ഒരു പ്രാവശ്യം എല്ലാം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ വരകൾ മാത്രം, ഈ നടുക്കിലുള്ള ഈ ലൈന് വേണ്ട, ഈ 1 ലൈന് മാത്രം ഓറഞ്ച് കളർ നൂലുകൊണ്ട് ചെയ്ത്, മറ്റേത് വൈറ്റ് കളർ നൂലുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം ഒരു പ്രാവശ്യം. അതേമാതിരി ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇതേമാതിരി എല്ലാം ചെയ്തെടുക്കും. ഇനി ഇതിപ്പോൾ ഒരു ലൈനാണല്ലോ ചെയ്തെടുത്തത്. ഇനി അതേമാതിരി തന്നെ ഒരു ലൈനും കൂടെ ഇതിനോട് ചേർന്നിട്ട് ചെയ്തെടുക്കണം. 2 ലൈന് ചെയ്തെടുക്കണം. അടുപ്പിച്ച് ചെയ്തിട്ട് ഇതേമാതിരി തന്നെ. ഇതേമാതിരി ഈ ലൈൻ ഇവിടെ ഇത് ഫുള്ളായിട്ട് ഇതേമാതിരി 2 ലൈനിൽ അടുപ്പിച്ച് ചെയ്തെടുക്കും. ഫുള്ളായിട്ട് ചെയ്യും. ഞാൻ 2 ലൈനിൽ ഈ വര ഫുള്ളായിട്ട് ചെയ്തെടുത്തു. പിന്നെ അടുത്ത കളർ ചെയ്യുന്നത് വെള്ള നൂലുകൊണ്ടാണ്. വെള്ള നൂലുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ലൈൻ ഉണ്ടല്ലോ, അതാ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനുകളുണ്ടല്ലോ, അത് വെള്ള നൂലിനെ കൊണ്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ചെയ്തെടുത്തോളാം. വേണ്ട, ഈ ലൈനിൽ ആദ്യം ഒരു ലൈനിൽ ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത്തെയും ചെയ്യുന്നത്. മൂന്ന് ലെയറിലാണ് ഇതുകൂടെ എടുത്തത്. ഇതേമാതിരി ഇതിൻ്റെ എല്ലാ ലൈനും ചെയ്തെടുക്കുക. ഒരു വെള്ളേനെ കൊണ്ട് ചെയ്ത് അതിനെ അടുപ്പിച്ച് ഇവിടെ ചെയ്ത മാതിരി തന്നെ 2 ഒരുമിച്ച് ചെയ്തെടുക്കുക.
അതേമാതിരി ഞാൻ ഫുള്ള് വെള്ളേനെ കൊണ്ട് 2 വരി ചെയ്തു. ഈ ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ്. ഡിസൈൻ കാണുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും.